മ്യൂസിക് കമ്പോസിഷനും ചെയ്തു സിനിമയ്ക്ക് വേണ്ടി. അത് ഉടലാഴം എന്ന് പറഞ്ഞൊരു സിനിമയും പിന്നെ കഥ പറഞ്ഞ കഥ എന്നുണ്ട്. ഒരെണ്ണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു, മറ്റത് മിഥുൻ ജയരാജ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും ഞാനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തു. അത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോണ്ടോ? എന്താണ് ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്? സിനിമയുടെ കോമ്പോസിഷൻസ്, സിനിമയ്ക്ക് വേണ്ടി പാട്ടുണ്ടാക്കുന്ന പറഞ്ഞാൽ ആ ഒരു മീഡിയത്തിനെ കോംപ്ലിമെന്റ് ചെയ്യണതായിരിക്കണം പൂർണ്ണമായിട്ട് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും കൂടി ആലോചനയാണ്. അപ്പൊ അതിനെ എത്രമാത്രം നമുക്ക് താങ്ങി നിർത്താൻ പറ്റും. അതൊരു സിനിമയുടെ പാട്ടുകൾ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ എത്ര ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാ. അത് പൂർണ്ണമായിട്ടും കൺവിൻസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനിയും എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്കും നമുക്കും കൂടി വർക്ക് ചെയ്യാവുന്ന സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ ചെയ്തേക്കും. അത്രേ ഉള്ളൂ. രാവു പകലൊരു പോലെ വിരിയണ താരം, നോവു കരിപുകയൂതേരി വിറകായി. വേറൊരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് മലബാരിക്കസ്. അതിനെ പറ്റി അവിടെയാണ് ഈ കോമ്പോസിഷൻസ് എന്ന് പറയുന്ന ഒക്കെ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യണം എന്നുള്ള കുറേ നാളത്തെ ആഗ്രഹങ്ങളൊക്കെ കൂടി കമ്പൈൽ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് പ്രോജക്ട് മലബാരിക്കസ്. എന്റെ ആകാശഭൂമിയിൽ നനയ്ക്കാതെ കാക്കാതെ മുട്ടിട്ടു വിരിയുന്ന വെൺമലരേ, ഇതുവരെ അറിയാത്ത നിൻ സുഗന്ധം എൻ മുടിയിഴത്തണുപ്പിതിൽ. ഞാനും ഇതിനും ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വേറെ ഫ്രണ്ട്സിൻ്റെ വരികളുള്ളതായിരിക്കാം. അങ്ങനെ അങ്ങനെ കമ്പോസ് ചെയ്ത് വെച്ച പാട്ടുകളൊക്കെ എൻ്റെ ബാൻഡിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു 6 പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് പാട്ടുകളാക്കി അത് ഓൺലൈൻ വഴി ഇപ്പോൾ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളുണ്ട്. ഋതു പോലെയുള്ള പാട്ടുകൾ, പൂമാതെ പൊന്നമ്മയുടെ ഒരു റിവൈസ്ഡ് വേർഷൻ ഉണ്ട്. പിന്നെ സൂരജ് കുറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി 2 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പാട്ടുകൾ ആളുകൾ ഇപ്പൊ കേട്ടോ. ചെയ്തു വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടുമോ? ഒറ്റയ്ക്ക് ചെയ്ത പാട്ടോ? ഉടലാഴത്തിലൊരു പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ്. ഇതിനും ഞാനും അതെപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. മേട സൂര്യന്റെ നെഞ്ചിലെ മഞ്ഞാണു നീ, ഞാൻ പാടും പാട്ടിലെ തോരാത്തൊരീണമാ. മിഴികളിൽ മഴയുള്ള സന്ധ്യേ, മിഴികളിൽ മഴയുള്ള സന്ധ്യേ. ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യണ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പലതും ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ പ്രൊജക്ട് മലബാരിക്കസ് പോലെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് ഇനി എന്താണ് സിത്തുവിൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ഒരു എയിം എന്താണ് മ്യൂസിക്കിന് വേണ്ടി? വലുതെന്നില്ല, എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ആഗ്രഹം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നതില്ല. ഇപ്പൊ ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ പല പല പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്കൊരു 4 ലൈൻസ് മാത്രമേ ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പോഴും ഞാനത് മനസ്സിൽ വെക്കും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ എനിക്കെന്തോ പറ്റാറില്ല അങ്ങനെ. അപ്പം പല 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 ആശയങ്ങൾ ഉള്ളത്. അതിലിപ്പോൾ ഏതൊക്കെയാണ് അതിപ്പോൾ വിഷ്വൽസ് ആയിട്ടൊക്കെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ പിന്നീട് ആലോചിക്കുന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ നമ്മൾ തന്നെയാണല്ലോ സ്വതന്ത്രമായിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാത്തിനും ഇൻപുട്ട് ചെയ്യണം, എല്ലാ അർത്ഥത്തിലും, ഈവൻ ഫിനാൻസ് വൈസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സമയം എടുക്കും ഓരോന്ന്. ഇപ്പൊ ഞാൻ വേറെ തൊടി എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ഐഡിയ ചെയ്യുന്നുണ്ട്. തൊടി പറഞ്ഞാല് കുഞ്ഞു പാട്ടുകൾ, സോങ്ലെറ്റ്സ് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മള് ഈ ഹൈക്കൂസിനെ പറ്റി പറയില്ലേ നമ്മൾ. അപ്പൊ ഒരു വലിയ പാട്ടിന്റെ പല്ലവി അനുപല്ലവി ചരണം ആ ഒരു മാഗ്നിറ്റ്യൂഡൊന്നും ഇല്ലാത്ത കുറേ തോട്ട്സ് ഉണ്ടാവും നമുക്ക്. ചെറിയ നമ്മൾ കുറിപ്പുകളായിരിക്കും, പാട്ടുകൾ തന്നെ ചെറിയ ഈണങ്ങളായിരിക്കും. അതൊക്കെ എവിടെയും ശേഖരിക്കപ്പെടാതെ പോകും. എൻ്റെ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ. അതൊക്കെ ഒന്ന് ഒരുമിച്ച് വെക്കാനുള്ള തൊടി, നാട്ടുപൂക്കളൊക്കെ ഉണ്ടാവണമാതിരി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. നല്ല ആദ്യത്തെ പാട്ട് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ടിന്റെയാണ്, കബീർ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഗസലുകളൊക്കെ എഴുതുന്ന ഒരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗീതം ആണ് ആദ്യം പാടിയത്. കുറയുന്നില്ല നോവെന്നിൽ, നിറയുന്നു മനം പ്രേമത്താൽ, വിടരുന്നില്ല പൂവിവിടെ, വിടരുന്നില്ല പൂവി. ഇനിയിപ്പോ
രാജലക്ഷ്മി ചേച്ചിയാണ് അടുത്ത പാട്ട് പാടുന്നത്, സൈനോര പാടുന്നുണ്ട്. അപ്പൊ പല സിംഗേഴ്സും പല മ്യൂസിഷ്യൻസും ഈ പ്രൊജക്റ്റുമായിട്ട് അതെ, യോജിച്ച് ചിലപ്പോൾ ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകളായിരിക്കും, അല്ലെങ്കിൽ അവരാരെങ്കിലും ചെയ്ത പാട്ടുകൾ ഞാൻ പാടുമായിരിക്കും. അങ്ങനെ. ഓ, അടിപൊളി.